ഷിജോ, അതിനിടയിൽ ഈ പറയുന്ന DNA പരിശോധന വേണ്ടി വന്നാൽ ആവശ്യമായ രക്തസാമ്പിൾ ശേഖരിക്കുക, ഈ ലൈംഗിക ശേഷി പരിശോധന നടത്തുക തുടങ്ങി അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇത്തരം കേസുകൾ നടത്തേണ്ട ആദ്യഘട്ടത്തിലെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 6-7 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഒരുപക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാവില്ല പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാതിരുന്നത്. ഷിജോ, കാശ്മി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്ത് പാലക്കാട്ട് നിന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന ആ സമയം നമ്മളൊന്ന് പരിശോധിക്കണം. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള പോലീസിന്റെ വാഹനവ്യൂഹം എത്തിയത്. അതിനുശേഷം ഏതാണ്ട് 11 മണിവരെ എയർ ക്യാമ്പിൽ നിന്ന് IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള വളരെ വിശദമായിട്ടുള്ള SITയുടെ ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിന് സമയമെടുത്തത് ഏകദേശം 6 മണിക്കൂറോളം. ഈ 6 മണിക്കൂറിൽ നിന്ന് അതിനിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകം. അതിന് കാരണമായിട്ട് അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തുടക്കം മുതൽ അവസാനം വരെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും ഉയർന്ന പരാതികൾ ആ സമയത്തൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് താൻ ആരെ ഭയക്കണം, എവിടെയാണ് പരാതി, ആർക്കാണ് പരാതി, എന്താണ് പരാതി, അങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. എല്ലാം താൻ നീതിന്യായ കോടതിയിൽ പറഞ്ഞുകൊള്ളാം, കോടതിയിൽ സത്യം ബോധ്യപ്പെടും, കോടതിയിൽ സത്യം തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നാൽ ഇന്ന് SITക്ക് മുമ്പാകെ ഇരുന്ന് വളരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ തുറന്നു പറഞ്ഞ ഒരേ ഒരു കാര്യം, അതിൽ രാഹുലിന്റെ മൊഴിയായിട്ട് പുറത്തു വന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം, അതല്ലാതെ ഈ പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അടിസ്ഥാനമില്ല, വസ്തുതയില്ലാത്തതാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചോദ്യം ചെയ്യലിനോട് തീർത്തും നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സമീപനമാണ് രാഹുൽ സ്വീകരിച്ചത്. അതോടൊപ്പം എല്ലാ കാര്യങ്ങളും തന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞുകൊള്ളും, അഭിഭാഷകനോട് മാത്രമേ ഇക്കാര്യങ്ങൾ പറയുകയുള്ളൂ എന്നുള്ള നിലപാട് രാഹുൽ സ്വീകരിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ രാഹുൽ നിലപാട് സ്വീകരിച്ച അപ്പോഴും SITക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇതിനോടൊപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു കാണേണ്ടത് ഈ ആരോപണ വിധേയ അല്ലെങ്കിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ പരാതിയിൽ കണ്ടെത്താൻ കഴിയുന്ന എല്ലാ തെളിവുകളും SIT ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, സാഹചര്യ തെളിവുകൾ. ശാസ്ത്രീയമായ തെളിവുകൾക്ക് വേണ്ടി ഇന്ന് രാഹുലിനോട് ആ SIT AR ക്യാമ്പിൽ വെച്ച് തന്നെ രാഹുലിന് 2 മൊബൈൽ ഫോണും അതിന്റെ ലോക്ക് അഴിച്ചുകൊണ്ട് SITക്ക് മുമ്പാകെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഫോണിന്റെ ലോക്ക് അഴിക്കാൻ തനിക്ക് സൗകര്യമില്ല, തനിക്ക് പറ്റില്ല എന്നുള്ള ഒരു നിഷേധാത്മക സമീപനം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നു. അപ്പോൾ ഈ ഫോൺ തുറന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാഹുൽ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഈ പറയുന്ന അതിജീവിതമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ ആരോടെങ്കിലും എന്തെങ്കിലും സൗഹൃദങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ, ഇതൊക്കെ കണ്ടെത്താനായിട്ട് കൂടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഫോണിന്റെ ലോക്ക് അടിക്കാൻ രാഹുൽ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ ഫോണിന്റെ ശാസ്ത്രീയമായ പരിശോധന നടത്താൻ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടത് അനിവാര്യമാണ് എന്ന് SIT വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ 10ാം പോയിന്റ് പറയുന്നത് പ്രതിയും അതിജീവിതയും തമ്മിലുള്ള ചാറ്റുകളും അതിജീവിതയുടെ നഗ്ന വീഡിയോകൾ പകർത്തിയ പ്രതിയുടെ ഉടമസ്ഥയിലുള്ള മൊബൈൽ ഫോണുകളും കണ്ടെത്തുന്നതിന് പ്രതിയുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞു. മൊബൈൽ ഫോണുകൾ എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് പറയുന്നു പ്രതി ധാരാളം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആയവുകൾ കേസിന്റെ തെളിവിലേക്കായി ബന്ധവസം എടുക്കുന്നതിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി അന്വേഷണം നടത്തേണ്ടതായുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷിജോ, അപ്പോൾ വളരെ വിശാലമായ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയൊരു തെളിവെടുപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് അനിവാര്യമായി വരും. ആ തെളിവെടുപ്പിന്റെ കൂടുതൽ കാര്യങ്ങൾ SIT അറിയിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, രാഹുൽ ഈ മുന്നോട്ട് നീങ്ങാൻ പോകുന്ന ശാസ്ത്രമംഗലത്തൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചല്ലോ, രാഹുൽ മുന്നോട്ട് നീങ്ങാൻ പോകുന്ന നിയമപരമായ വഴികൾ എങ്ങനെയാണ് ഷിജോ? കാശ്മീർ സ്വാഭാവികമായിട്ടും രാഹുലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം SITക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ എന്തായാലും നാളെ നമുക്ക് SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം നാളെ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ മജിസ്ട്രേറ്റ് മുമ്പാകെ, തിരുവല്ല മജിസ്ട്രേറ്റ് മുമ്പാകെ സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് ഈ പീഡനം നടന്നു എന്ന് പറയുന്ന 2024 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് ഈ പീഡനം നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ദിവസം പീഡനം നടന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് രാഹുലിനെ തെളിവെടുപ്പ് നടത്തണം. അതിനുശേഷം രാഹുൽ എവിടേക്ക് പോയി എന്നുള്ളത് കണ്ടെത്തണം. പിന്നീട് ഈ യുവതിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. എന്തായാലും യുവതിയുടെ മൊഴി പ്രകാരം 2024 ഏപ്രിൽ മാസം 8-ാം തീയതി കണ്ടതല്ലാതെ പിന്നീട് കണ്ടിട്ടില്ല. അതിനുശേഷം ഒരു വിഷുവിന് തനിക്ക് ഒരു വിഷ അയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാഹുലുമായിട്ട് ഈ പെൺകുട്ടി പറഞ്ഞ പ്രകാരമാണ് എങ്കിൽ ആ ഹോട്ടലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. അതല്ലാതെ ഈ ഡിജിറ്റൽ ഡിവൈസുകൾ, രാഹുൽ ധാരാളം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഡിജിറ്റൽ ഡിവൈസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തി അതിലെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ രാഹുൽ ഏതൊക്കെ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, രാഹുലിന്റെ 2 ഫോണുകൾ മാത്രമല്ല രാഹുലിന്റെ സുഹൃത്തുക്കളുടെ
തങ്ങളുടെ ഡിജിറ്റൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടും ഡിജിറ്റൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ അതിജീവിതമാരോട് ഇടപെടാൻ അല്ലെങ്കിൽ അവരെ അറിയാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ രാഹുലിന്റെ ഫോണുകൾ, മറ്റ് ഡിജിറ്റൽ ഡിവൈസുകൾ, ഈ പീഡനം നടന്നെന്ന് പറയപ്പെടുന്ന സ്ഥലം, ആ സ്ഥലത്തടക്കമുള്ള ഒരു വിപുലമായ പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ നാളെയായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പാകെ, തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ SIT നൽകുക. അതോടൊപ്പം തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകുമെന്ന് രാഹുലിന്റെ അഭിഭാഷകരായിട്ടുള്ള ഈ പറയുന്ന ശാസ്തമംഗലം അജിത്തും അഭിലാഷും അതുപോലെ തന്നെ ശങ്കർ തമ്പിയും ഒക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇത് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ ജൂറിസ്ഡിക്ഷനിൽ നടന്ന കാര്യമായതുകൊണ്ട് ഇന്ന് അവർ അവധിയായതുകൊണ്ട് കൂടിയാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ കീഴിലേക്ക് ഇന്നിപ്പോൾ രാഹുലിന്റെ കാര്യം വന്നത്. നാളെ അത് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ കീഴിലേക്ക് പോകും. അവിടെ വെച്ചായിരിക്കും വിശദമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. അവിടെ രാഹുലിന്റെ ജാമ്യ ഹർജി നാളെ രാഹുലിന്റെ അഭിഭാഷകർ നൽകും. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും നാളെ SIT കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇത്രയും അധികം ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളും മറ്റു വിവരങ്ങളും ഒക്കെ പ്രാഥമികമായിട്ട് ഇപ്പോൾ ശേഖരിക്കാൻ SIT കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ രാഹുലിനെ ഒരു 2-3 ദിവസത്തേക്കെങ്കിലും മജിസ്ട്രേറ്റ് കസ്റ്റഡി, ഈ പറയുന്ന SITയുടെ കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും പരമാവധി ശേഖരിക്കാൻ കഴിയുന്ന തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് രാഹുലിന് കൂടുതൽ കുരുക്ക് മുറുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് SITക്ക് മുമ്പിലുള്ളത്. അതേസമയം രാഹുലിന്റെ ഏതെങ്കിലും തരത്തിൽ വളരെ പെട്ടെന്ന് രാഹുൽ ജാമ്യം നേടി പുറത്തേക്ക് പോകുന്നത് SITക്കും വലിയ നാണക്കേട് ഉണ്ടാക്കും. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രനാൾ ഒളിവിൽ കഴിഞ്ഞാൽ SITക്ക് ഉണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. അതിനുശേഷം ഒരു പരാതിയിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് ഊരി പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന നാണക്കേട്. അതുകൊണ്ട് പരമാവധി പറയുന്ന തെളിവുകൾ പരമാവധി ശേഖരിക്കുക, കുരുക്ക് മുറുക്കുക ഒക്കെ SITയുടെ ജോലിയാണ്. അതിനൊക്കെ അപ്പുറം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന അല്ലെങ്കിൽ അതിനു മുമ്പ് വന്ന വിവരങ്ങൾ, പേപ്പറിലൊക്കെ പറയുന്ന ആ വിവരങ്ങൾ അങ്ങേയറ്റം ക്രൂരമാണ്, അങ്ങേയറ്റം വയലന്റായ, അങ്ങേയറ്റം ക്രൂരമായ റേപ്പ്, ബലാത്സംഗത്തിന് അതിജീവിത ഇരയായി എന്നുള്ളത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.